വെറുതെ ഒരു കാര്യം ഒരിക്കലും അങ്ങനെ ഒന്നും നടക്കത്തില്ല. സ്പാർക്കി പഠിക്കുന്ന പിള്ളേർ ഇത്രയും ജോലി വാങ്ങിക്കുന്നു എന്നുള്ളത് അത് വെറുതെ നടക്കുന്നതല്ല. അത് ദിനംതോറുമുള്ള ആ ചിട്ടയായ ആ ഒരു മനോഭാവത്തോടു കൂടെ തന്നെയാണ് ഇത് നടക്കുന്നത്. ഷിബുസാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ എത്രത്തോളം വഴക്ക് പറഞ്ഞിട്ടായാലും നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടായാലും നമ്മളെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്നോ എന്നുള്ള ആ ചിന്താഗതി തന്നെയാണ് എന്നെയും വിജയത്തിലെത്തിച്ചെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് SoorajP. ഞാൻ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസറായി ജോലി ചെയ്തു വരുന്നു. എനിക്ക് ജോലി ലഭിച്ചിട്ട് ഈ മാസം 2 വർഷം തികയുകയാണ്. എൻ്റെ പഠനവും തുടർന്നുള്ള എൻ്റെ ജോലി ലഭിച്ചിട്ടുള്ള ജീവിതവും ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെയാണ്, ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഈ സ്ഥലത്തിൻ്റെ പേര് കുഴിപ്പള്ളം എന്നാണ്. എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ നടന്നത് കൊടങ്ങാവള സ്കൂളിലാണ്. അതിനുശേഷം എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നടന്നത് സെൻറ്റ് മേരീസ് HSS കമ്മ്യൂണിക്കോട്. അതിനുശേഷം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ LMS HSS സമരവള എന്ന സ്കൂളിലാണ് നടന്നത്. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത്. എഞ്ചിനീയറിംഗ് പഠിക്കുവാനായിരുന്നു താല്പര്യം. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. തുടർന്ന് എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിലോട്ടാണ് ഞാൻ തിരിഞ്ഞ് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ലഭിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ PSC ആയിട്ട് ഒരിക്കലും ട്രൈ ചെയ്തിരുന്നില്ല. പഠിച്ച് പാസ്സായ ഉടൻ തന്നെ എഞ്ചിനീയറിംഗിൽ ഒരു ചെറിയ ജോലി ലഭിക്കുകയുണ്ടായി. പുറം രാജ്യങ്ങൾക്ക് വേണ്ടി HVAC ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അത്. പക്ഷേ ഒത്തിരി അധ്വാനിച്ചിട്ടും കാര്യമായുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ അതിൽ സാധിച്ചിരുന്നില്ല. ശമ്പളമാണെങ്കിൽ തീരെ കുറവ്, ജോലിയാണെങ്കിൽ 24 മണിക്കൂറും ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡ് തിരിഞ്ഞ് ചിന്തിക്കുവാൻ താല്പര്യപ്പെട്ടു. ചെറുപ്പത്തിലെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയും, നീ ഡിഗ്രി എന്തെങ്കിലും പഠിച്ച് PSCക്ക് ഒരു ജോലി എന്തെങ്കിലും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. തുടർന്ന് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ജോലിയിൽ നിന്നും വരുമാനം ലഭിക്കാതെ വന്നതോടെ ഞാൻ എഞ്ചിനീയറിംഗിൽ നിന്നും പുറത്ത് കിടക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരിക്കൽ അക്കൗണ്ട് അസിസ്റ്റൻ്റായി തിരുവനന്തപുരത്ത് തന്നെ ചാക്കയിലുള്ള ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി. ഒരു 3-4 വർഷക്കാലം അക്കൗണ്ട്സ് അസിസ്റ്റൻ്റായിട്ട് തന്നെ പോയി. തുടർന്നും വരുമാനം കുറവായ സാഹചര്യത്തിൽ തികച്ചും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ മാറി ചിന്തിക്കുവാൻ ഞാനും ആഗ്രഹിച്ചു. അങ്ങനെ പാർട്ട് ടൈമായിട്ട് PSC പഠിച്ചു തുടങ്ങുകയും ആദ്യമായി തന്നെ ഞാൻ ജോയിൻ ചെയ്തത് 2016-ലാണ്. 2016-ൽ ബഹുമാനപ്പെട്ട ഷിബു സാറ് ഇവിടെ നെല്ലുമൂട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി. നൈറ്റ് ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ജോയിൻ ചെയ്തു. കുറച്ച് നാളായപ്പോൾ സാറ് പറഞ്ഞു, അവിടെ കുറച്ച് പേരേ ഉള്ളൂ, നമുക്ക് കാഞ്ഞിരംകുളത്ത് ഒരു ഇതായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ കാഞ്ഞിരംകുളത്ത് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയും കൂടെ അതിലോട്ട് ലയിപ്പിച്ചു. അങ്ങനെ നൈറ്റ് ബാച്ചായിട്ട് കാഞ്ഞിരംകുളത്ത് പോയി. പക്ഷേ നൈറ്റ് ബാച്ച് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായില്ല എന്ന് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാവരും ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോലി കാരണം നൈറ്റ് ബാച്ച് എടുക്കുക നിർത്തിയുള്ളൂ. അപ്പോൾ നൈറ്റ് ബാച്ചിൽ കുറച്ച് ദിവസം പോയി. അത് കഴിഞ്ഞ് ശേഷം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പഠിച്ചിട്ട് ഒരു ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നൈറ്റ് ബാച്ച് വിട്ടിട്ട് ഡേ ബാച്ചിന് തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി ജോലി നിന്നും പുറത്ത് കിടക്കുകയുണ്ട്. 1 വർഷം ജോലിയിൽ നിന്നും പുറത്ത് കിടന്നിട്ട് ഡേ ബാച്ചിന് തന്നെ ജോയിൻ ചെയ്തു, സ്പാർക്കിൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ ഡേ ബാച്ചിലുള്ള ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ വളരെ ഉപയോഗപ്രദമുള്ള ഒരു ക്ലാസ് തന്നെ ആയിരുന്നു നടന്നത്. ഞാനങ്ങനെ പറയാൻ കാരണം വളരെ പരിജ്ഞാനമുള്ള അധ്യാപകരെല്ലാം നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അത് കറക്റ്റായിട്ട് പറഞ്ഞു തരികയും അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെ എല്ലാ ഡൗട്ടും ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് കെയർ ചെയ്യുന്ന ഓരോ അധ്യാപകരെ എനിക്കവിടെ കാണുവാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ അതിന് പുറമേ തന്നെ ദിവസേനയുള്ള ടെസ്റ്റ് പേപ്പറുകൾ എല്ലാം പഠിക്കുക, എല്ലാം പഠിച്ചത് പുനഃപരിശോധിക്കുക, എല്ലാം അവിടെ സംഭവിക്കേണ്ടത്. അതിനു പുറമേ തന്നെ ഷിബുസാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഷിബുസാറിൻ്റെ ഇതിനോടുള്ള മനോഭാവം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അത് കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ ദിവസത്തെ ക്ലാസ്സിന് ശേഷം നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഷിബുസാറിൻ്റെ വകയായിട്ട്, അപ്പോൾ അത് ഏറ്റവും വളരെ പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇതിനൊക്കെ പുറമെ ഇങ്ങനെ എല്ലാം ഇത് തന്നെയായിരുന്നാലും ഓരോരുത്തരും പഠിക്കുക എന്നത് ഓരോരുത്തരും അവരുടെ ലക്ഷ്യമാണല്ലോ. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ അവിടെ ക്ലാസ്സിന് പോകും. രാവിലെ മുതൽ ഉച്ചവരെ അവിടെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാകും. ടെസ്റ്റ് പേപ്പറൊന്നും വലിയ മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും
അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ആ കമ്പൈൻ സ്റ്റഡിയിൽ ഓരോരുത്തരും ഓരോ അടുത്തു നിന്ന് കിട്ടുന്ന അറിവുകളെല്ലാം കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എല്ലാവർക്കും അത് പ്രാപിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഡേ ബാച്ചിലെ അറിവുകളെ എല്ലാം കൂടെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്തു. നമ്മളതെല്ലാം ഹൃദിസ്ഥമാക്കുകയുണ്ടായി. കൂടാതെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസത്തുള്ള ടോപ്പിക്ക് പഠിക്കുകയും അതോടൊപ്പം തന്നെ പുറമേയുള്ള ജനറൽ എല്ലാം വായിച്ച് മനസ്സിലാക്കുകയും ഏകദേശം 12-1 മണി വരെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തുടർച്ചയായ പരിശീലനം കാരണം ഞാൻ യഥാർത്ഥത്തിൽ സിവിൽ എക്സൈസ് ഓഫീസറിന് വേണ്ടി പഠിച്ചിട്ടില്ല. ഞാൻ എൽ ഡി ആണ് നോക്കിയത്. LD റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ സിവിൽ എക്സൈസ് ഓഫീസർ ജോലിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതിയ പരീക്ഷ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. പക്ഷേ അതിലെനിക്ക് ഒട്ടും തന്നെ 11 മാർക്കോളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷ എഴുതിയതിന് ശേഷമാണ് സ്പാർക്കിൽ പോയി ജോയിൻ ചെയ്തത്. കുറച്ചുകൂടെ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഏകദേശം 16-17 മാർക്കുകളായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ചുകൂടെ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതൊക്കെ നേടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം എക്സാം എഴുതിയത് വയനാടാണ്. ജോലി ലഭിച്ചത് വയനാടാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. അന്ന് വയനാട്ടിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 39. എനിക്ക് 52 മാർക്കുണ്ടായിരുന്നു. തുടർന്നും LD പരീക്ഷ എഴുതുവാനായിട്ട് കഴിഞ്ഞു. LD പരീക്ഷയിലും അന്ന് ഉന്നത മാർക്ക് നേടുവാനായിട്ട് സാധിച്ചു. LD എഴുതിയത് ഇടുക്കിയാണ്. പക്ഷേ അതെന്നാലും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും വിളിച്ചില്ല. റാങ്ക് ലിസ്റ്റിൽ അവസാനമായിരുന്നു. ഷിബുവണ്ണൻ്റെ ക്ലാസ്സുകൾ, മോട്ടിവേഷൻ എല്ലാം തന്നെയാണ് ഈ വിജയത്തിന് കാരണം. വയനാട് റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾ ആകപ്പാടെ 16 പേരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2020 ജൂലൈ മാസം 23-ാം തീയതി എക്സൈസിൽ ഒരു സിവിൽ എക്സൈസ് ഓഫീസറായി ജോലി നേടുവാൻ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സിനും ഷിബു സാറിനും സ്പാർക്കിനോടും എൻ്റെ ദൈവത്തിനോടുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജോലി ലഭിച്ചത് വയനാടാണ്. വയനാട്ടിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു അവിടുത്തെ ആൾക്കാരും എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. തുടർന്ന് ഒരു 3 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കമ്മീഷൻ ഓഫീസിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുകയും IT സെല്ലിൽ ജോലി ഇങ്ങോട്ട് മാറിക്കിട്ടുകയും സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഇവിടെ ക്രമീകരിക്കപ്പെടുകയും ചെയ്തു. ഇനി ഇപ്പോൾ ജോലിക്ക് പരിശ്രമിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ജോലിക്ക്. അതായത് ഞങ്ങളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇനി ഇൻസ്പെക്ടർ തസ്തികയുണ്ട്, അതേപോലെ തന്നെ പോലീസ് SI തസ്തികയുണ്ട്. അപ്പോൾ ഡിഗ്രിയിലുള്ള ഏതെങ്കിലും ഒന്നിലോട്ട് ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിട്ടയായ പഠനം തന്നെയാണ് ഇതിനെല്ലാത്തിനും അടിസ്ഥാനം. ഇപ്പോൾ മാറി വരുന്ന പരീക്ഷകൾ കാണുവാൻ സാധിക്കുന്നത് പോലെ ഒട്ടനവധി നമ്മൾ ഒത്തിരി പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ജോലിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ നടക്കുന്ന 2 പരീക്ഷകൾ, അതിലൊന്നും ആരും ടെൻഷനാവേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ഓരോരുത്തരും വീട്ടിലെ സാഹചര്യങ്ങൾ ഓരോന്നായിരിക്കുമല്ലോ. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് പഠനത്തിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാനത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. തുടർന്ന് ഇപ്പോൾ ജീവിതമെല്ലാം വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. ഓഗസ്റ്റ് മാസം 22-ാം തീയതിയായിരുന്നു 2021. കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിച്ചു പോരുന്നു. എൻ്റെ പഠന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്. അതായത് ഞാൻ പഠിച്ച സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് PSCയിൽ ഇംഗ്ലീഷും മാത്സും വലിയ പ്രയാസകരമായിട്ട് തോന്നിയിട്ടില്ല. ഇംഗ്ലീഷ് ഏത് പരീക്ഷ എഴുതിയാലും എനിക്കൊരു 17-18 മാർക്കോളം, അതും മാത്സ് ഫുൾ മാർക്കും കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ നോളജ് ബുദ്ധിമുട്ട് കാരണമാണ് എനിക്ക് ഈ വർഷങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കണക്കിൽ പറഞ്ഞ എഞ്ചിനീയറിങ്ങിലോട്ട് തിരിഞ്ഞു പോയത്. SSLCയും എനിക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ വിഷയത്തിൽ B+ ആയിരുന്നു. ബാക്കി 5 A+ഉം ബാക്കിയെല്ലാം A+, Aയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹിസ്റ്ററിക്ക് മാത്രമായിരുന്നു കുറഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണക്കാരും ഞാൻ എഞ്ചിനീയറിങ്ങിലോട്ട് തിരിഞ്ഞു പോയത്. പിന്നീട് ഈ ഹിസ്റ്ററി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഴയ കാലം മുതൽ തന്നെ ഓരോന്നും ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കിയെടുത്തു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, വർഷങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമുക്കതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഇനി സ്പാർക്ക് എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അന്നും ഇന്നും നിർദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ് സ്പാർക്ക് എന്ന സ്ഥാപനം. പ്രത്യേകിച്ച് ഷിവ് സാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, ഇത്രയും വിദ്യാർത്ഥികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു മനോഭാവം, അത് നമ്മൾ എത്രയും പ്രശംസനീയം തന്നെയാണ്. വെറുതെ ഒരു കാര്യം ഒരിക്കലും അങ്ങനെ ഒന്നും നടക്കത്തില്ല. സ്പാർക്കിൽ പഠിക്കുന്ന പിള്ളേർ ഇത്രയും ജോലി വാങ്ങിക്കുന്നു എന്നുള്ളത്
അത് വെറുതെ നടക്കുന്നതല്ല. അത് ദിനംതോറുമുള്ള ആ ചിട്ടയായ ആ ഒരു മനോഭാവത്തോടു കൂടെ തന്നെയാണ് ഇത് നടക്കുന്നത്. ശിവസാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളെ എത്രത്തോളം വഴക്ക് പറഞ്ഞിട്ടായാലും, നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടായാലും നമ്മളെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്നോ എന്നുള്ള ആ ചിന്താഗതി തന്നെയാണ് എന്നെയും വിജയത്തിലെത്തിച്ചെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇപ്പോഴും PSC പഠിക്കുന്ന ഒത്തിരി പേരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. പഠിക്കുക, വീണ്ടും തോറ്റുപോകും, ഫെയിലാവും. നിങ്ങളൊരിക്കലും നിരാശപ്പെടരുത്. ഒരിക്കൽ ഒരു ദിവസം വിജയം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.